ഏജൻസികളുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് തുടങ്ങിയത് 1780 ജനുവരി 29 ജെയിംസ് ഹിക്കിയാണ്. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നാണിത് തുടക്കത്തിൽ അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രത്തിൻ്റെ പേരാണ് ബംഗാൾ ഗസറ്റ്, തുടങ്ങിയ വർഷം 1780 ജനുവരി 29. തുടങ്ങിയ വ്യക്തി ജെയിംസ് ഹിക്കി. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നാണിത് തുടക്കത്തിൽ അറിയപ്പെട്ടത്. അപ്പോൾ ബംഗാൾ ഗസറ്റ് ആദ്യം അറിയപ്പെട്ടത് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിലായിരുന്നു. അടുത്തത് ഇന്ത്യൻ പത്രദിനമായി ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ ജനുവരി 29 ആചരിക്കുന്നു. ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ അഥവാ ഇന്ത്യൻ പത്രദിനമായി ആചരിക്കുന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. ഏറ്റവും പഴയ മലയാള പത്രം ദീപിക 1887 പ്രസിദ്ധീകരണം തുടങ്ങി. ദീപിക പ്രസിദ്ധീകരണം തുടങ്ങിയത് 1887. മലയാളത്തിലെ ഏറ്റവും പഴയ പത്രമാണ് ദീപിക. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം 1847 തലശ്ശേരിയിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ടാണിത് തുടങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം 1847 തലശ്ശേരിയിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ടാണിത് തുടങ്ങിയത്. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നിവ ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങളാണ്. ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നിവ ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങളാണ്. നാഷണൽ ഹെറാൾഡ് സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരാണ് നാഷണൽ ഹെറാൾഡ്. ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ തുടങ്ങിയത് ആനി ബെസന്റ്. ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ തുടങ്ങിയത് ആനി ബെസന്റാണ്. അൽ ഹിലാൽ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ പത്രം സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങളാണ് കേസരി, മറാത്ത. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങളുടെ പേര് കേസരി, മറാത്ത. ശശികുമാർ ഘോഷ്, മോട്ടിലാൽ ഘോഷ് എന്നിവർ ചേർന്ന് 1868 തുടങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക തുടങ്ങിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ശശികുമാർ ഘോഷ്, മോട്ടിലാൽ ഘോഷ്. വർഷം 1868. 1878 GS അയ്യർ, വീരരാഘവാചാരി തുടങ്ങിയവർ ചേർന്ന് സ്ഥാപിച്ച പത്രമാണ് ദി ഹിന്ദു. 1878 GS അയ്യർ, വീരരാഘവാചാരി തുടങ്ങിയവർ ചേർന്ന് സ്ഥാപിച്ച ദിനപത്രമാണ് ദി ഹിന്ദു. മദൻ മോഹൻ മാളവിയ തുടങ്ങിയ പത്രമാണ് ലീഡർ. ലീഡർ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവിയ. ബന്ദിജീവൻ സച്ചിൻ സന്യാൽ ആരംഭിച്ച പത്രമാണ്. നേഷൻ പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് നേഷൻ. പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ എന്നിവ വിവേകാനന്ദൻ ആരംഭിച്ച പത്രങ്ങളാണ്. വിവേകാനന്ദൻ ആരംഭിച്ച പത്രങ്ങളുടെ പേരാണ് പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ. ഡോൺ, നേഷൻ, ജംഗ് എന്നിവ പാകിസ്ഥാനിൽ നിന്നുള്ള പത്രങ്ങളാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള 3 പത്രങ്ങളാണ് ഡോൺ, നേഷൻ, ജംഗ്. ദി ഐലൻഡ് ശ്രീലങ്കയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നു. ദി ഐലൻഡ് എന്ന പത്രം ശ്രീലങ്കയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നു. ഖലീജ് ടൈംസ് UAE നിന്നും പ്രസിദ്ധീകരിക്കുന്നു. UAE നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഖലീജ് ടൈംസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസി
AFP. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസിയുടെ പേരാണ് AFP. അതിൻ്റെ ഫുൾ ഫോം ഏജൻസ് ഫ്രാൻസ് പ്രസ്സി. ആരംഭിച്ച വർഷം 1835. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസി AFP, ഏജൻസ് ഫ്രാൻസ് പ്രസ്സി. 1835. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് അമേരിക്കയിൽ നിന്നുള്ള അസോസിയേറ്റഡ് പ്രസ്. ലോകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വാർത്താ ഏജൻസി അമേരിക്കയിൽ നിന്നുള്ള അസോസിയേറ്റഡ് പ്രസ്, ഷോർട്ട് ഫോം AP. ഇത്രയുമാണ് വാർത്താ ഏജൻസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ.